നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം നമ്മൾ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാതിരിക്കുമ്പോഴാണ്. നമ്മളിലുള്ള ചെറിയ നന്മകൾ തിരിച്ചറിഞ്ഞ് സന്തോഷത്തോടെ ജീവിക്കുക. അമിതമായ അത്യാഗ്രഹം മനുഷ്യനെ ഭ്രാന്തനാക്കും എന്ന വലിയൊരു ഇൻസ്പിറേഷനും മോട്ടിവേഷനും നിറഞ്ഞ കഥയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. നിങ്ങൾ വിചാരിക്കുന്നത് ഈ ലോകം കാട്ടിലും കടലിലും മാത്രമാണ് നിഗൂഢതകൾ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത് എന്നതാണ്. നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ നിത്യേന കാണുന്ന ചില വസ്തുക്കളിൽ പോലും വലിയ രഹസ്യങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. അത്തരമൊരു വിചിത്രമായ കഥയാണ് ഇന്ന് ഞാൻ പങ്കുവെക്കുന്നത്. ഏകദേശം 200-ലധികം വർഷം പഴക്കമുള്ള ഒരു കൊട്ടാരം പോലുള്ള തറവാട്. അവിടെ രാമു എന്നു പേരുള്ള ഒരു സാധാരണക്കാരനായ യുവാവ് താമസിച്ചിരുന്നു. വലിയ ആഗ്രഹങ്ങളൊന്നും അവനില്ലായിരുന്നു. എങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് നേടണം, കുറച്ച് പൈസയെല്ലാം കയ്യിൽ വേണമെന്നും കുറച്ച് സമ്പാദ്യം വേണമെന്നുമുള്ള ആഗ്രഹം അവനുണ്ടായിരുന്നു. ഒരു ദിവസം തൻ്റെ തറവാട്ടിൽ ആരും കയറാത്ത പഴകിയ ചിമ്മിനി മുറി വൃത്തിയാക്കുകയായിരുന്നു അവൻ. പൊടിയും മാറാലയും നിറഞ്ഞ ആ മുറിയുടെ ഒരു മൂലയിൽ തുരുമ്പെടുത്ത ഒരു പഴകിയ ഇരുമ്പ് പെട്ടി അവൻ കണ്ടു. വലിയൊരു നിധിയായിരിക്കുമെന്ന് കരുതി അവൻ ആ പെട്ടി തുറന്നു. പക്ഷെ അതിൽ സ്വർണമോ പണമോ ഇല്ലായിരുന്നു. പകരം വിചിത്രമായ രൂപമുള്ള ഒരു പഴകിയ പിച്ചള കണ്ണാടിയായിരുന്നു അതിൽ ഉണ്ടായിരുന്നത്. നിരാശയോടെ രാമു ആ കണ്ണാടിയിലേക്ക് നോക്കി. പെട്ടെന്നാണ് ആ കണ്ണാടിയിൽ നിന്ന് ഒരു പുക ഉയരുകയും അതിൽ ഒരു വിചിത്ര രൂപം പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. രാമു പേടിച്ചു വിറച്ചു. എന്നാൽ ആ രൂപം രാമുവിനോട് പറഞ്ഞു, രാമു പേടിക്കേണ്ട, ഞാൻ ഈ കണ്ണാടിയുടെ കാവൽക്കാരനാണ്. ഇതൊരു സാധാരണ കണ്ണാടിയല്ല. ഇതിലേക്ക് നോക്കി നീ ആരുടെ പേര് പറയുന്നുവോ അവരുടെ രൂപം, അവരുടെ ശബ്ദം, അവരുടെ അറിവും നിനക്ക് ലഭിക്കും. നിനക്ക് വേണമെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനാകാം, അല്ലെങ്കിൽ വലിയൊരു ശാസ്ത്രജ്ഞനാവാം. കേട്ടപ്പോൾ രാമുവിന് വലിയ സന്തോഷമായി. അവൻ ആദ്യം തന്നെ ചിന്തിച്ചു, എന്നാൽ പിന്നെ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരനായ മുതലാളിയുടെ പേര് പറയാം. അവൻ മുതലാളിയുടെ പേര് പറഞ്ഞു. അടുത്ത നിമിഷം കണ്ണാടിയിൽ മുതലാളിയുടെ രൂപം തെളിഞ്ഞു. അത്ഭുതമെന്ന് പറയട്ടെ, മുതലാളി തൻ്റെ മുറിയിൽ ഇരിക്കുന്നു. പണത്തിൻ്റെ കണക്കുകൾ നോക്കി തല പുകഞ്ഞി കരയുകയായിരുന്നു. അദ്ദേഹത്തിന് ഉറക്കമില്ല, ഭക്ഷണമില്ല, സന്തോഷമില്ല, വലിയ കഷ്ടപ്പാടുകളാണ്. എപ്പോഴും ശത്രുക്കളുടെ ഭയം, കള്ളന്മാർ കൊണ്ടുപോകുമോ എന്നുള്ള ഭയം. ഇത് കണ്ട് രാമു ഞെട്ടിപ്പോയി. പണം ഉണ്ടായിട്ടും അയാൾക്ക് സമാധാനമില്ല. അടുത്തതായി രാമു ചിന്തിച്ചു, എന്നാൽ പിന്നെ വലിയൊരു നോളേജുള്ള ബുദ്ധിമാനായ ശാസ്ത്രജ്ഞനാകാം. അവൻ ശാസ്ത്രജ്ഞൻ്റെ പേര് പറഞ്ഞു. അപ്പോഴേക്കും കണ്ടു ആ കാഴ്ച. പെട്ടെന്നാണ് അതിലൊരു ശാസ്ത്രജ്ഞൻ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അതിലേറെ കഷ്ടം, മുതലാളിയെക്കാളിലും കഷ്ടമാണ് ഈ ശാസ്ത്രജ്ഞൻ്റെ സ്ഥിതി. രാപ്പകലില്ലാതെ ലാബിൽ ഇരുന്ന് ചോറിന് ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന അവസ്ഥയിലായിരുന്നു അദ്ദേഹം. സ്വന്തം കുടുംബത്തെ പോലും കാണാനോ നോക്കാനോ സമയമില്ല, സമാധാനമില്ല. ജീവിതത്തിൽ സന്തോഷമെന്ന വസ്തു തന്നെയില്ല. ജീവിക്കുന്ന ഒരു ജീവച്ഛവമായി അയാൾക്കുകയാണ്. അതൊക്കെ കണ്ട് രാമുവിന് കാര്യം മനസ്സിലായി. ലോകത്ത് നമ്മൾ പുറമെ കാണുന്ന തിളക്കമല്ല യഥാർത്ഥ ജീവിതം. അവൻ ആ കണ്ണാടിയോട് ചോദിച്ചു, അല്ലയോ കാവൽക്കാരാ, അങ്ങനെയെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായ മനുഷ്യൻ ആരാണ്? എനിക്ക് അയാളുടെ രൂപം കാണിച്ചു തരുമോ? കണ്ണാടിയിലുള്ള കാവൽക്കാരൻ ഉറക്കെ പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, രാമു, നീ ആ കണ്ണാടിയിലേക്ക് നന്നായി നോക്കൂ. രാമു ആ കണ്ണാടിയിലേക്ക് നന്നായി നോക്കി. അത്ഭുതം! ആ കണ്ണാടിയിൽ തെളിഞ്ഞു വന്നത് മറ്റാരുമല്ലായിരുന്നു, നമ്മുടെ സ്വന്തം രാമു. രാമുവിൻ്റെ സ്വന്തം മുഖം അതിൽ തെളിഞ്ഞു വന്നോ. കണ്ണാടി പറഞ്ഞു, രാമു, നിനക്ക് വലിയ കടങ്ങളില്ല, ശത്രുക്കളോ അത്രയുമില്ല, കള്ളന്മാരെ ഒരിക്കലും പേടിക്കേണ്ട, സമാധാനത്തോടുകൂടി നിനക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടല്ലോ. നിന്റെ ഈ ചെറിയ ജീവിതമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ നീതിയും വലിയ സമ്പത്തും.
ഇതിൽ സന്തോഷിക്കൂ രാമു എന്ന് പറഞ്ഞു കണ്ണാടിയിലുള്ള കാവൽക്കാരൻ പെട്ടെന്ന് അപ്രത്യക്ഷനായി. രാമുവിന് കാര്യം മനസ്സിലായി. അവൻ ആ കണ്ണാടി പെട്ടിയിലാക്കി പൂട്ടിവെച്ചു. അതിനുശേഷം തനിക്കുള്ളതിൽ സംതൃപ്തി കണ്ടെത്തി സന്തോഷത്തോടെ ജീവിച്ചു. അതുകൊണ്ട് സുഹൃത്തുക്കളെ, മറ്റുള്ളവരുടെ ജീവിതം കണ്ട് നമ്മൾ ഒരിക്കലും വിഷമിക്കരുത്. അവർക്ക് സന്തോഷമുണ്ടെന്ന് നമുക്കറിയില്ല, അവർക്ക് കടമുണ്ടെന്നോ നമുക്കറിയില്ല. അവരുടെ കാറുകൾ കണ്ടാൽ നമുക്ക് തോന്നും ഭയങ്കര സന്തോഷത്തിലാണ്. അവരുടെ വീടുകൾ നമുക്ക് കണക്കാരനാണ്. പക്ഷെ ലോണിൻ്റെ അടവ് വരുമ്പോൾ അവർ വിഷമത്തിലാണ് അതേക്കുറിച്ച് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മളാണ് ഏറ്റവും കൂടുതൽ ഭാഗ്യവാന്മാർ എന്നുള്ളത് മനസ്സിലാക്കണം. ഇതൊരു വിചിത്രമായ കണ്ണാടിയുടെ രഹസ്യകഥയാണ്. നിങ്ങൾക്കുള്ള നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വരുത്താൻ പോകുന്ന വിചിത്രമായ ഒരു കഥയാണിത്. ഒരു പഴകിയ കണ്ണാടിയും അതിനുള്ളിലെ നിഗൂഢ ലോകവും ഒളിഞ്ഞിരിക്കുന്ന ഈ കഥ മുഴുവനായി കണ്ട് നിങ്ങൾ പാഠം ഉൾക്കൊള്ളണം. നിഗൂഢമായ കഥകൾക്കും മനസ്സിനെ സ്പർശിക്കുന്ന കോട്ടുകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഹുസൈൻ നിസാമി. നിങ്ങളുടെ ജീവിതത്തിൽ സംതൃപ്തിയിലാണോ എങ്കിൽ നിങ്ങളുടെ കഥ ഈ വീഡിയോയുടെ അടിയിൽ കമൻ്റായിട്ട് എഴുതൂ. മറ്റുള്ളവർക്കും ഒരു പ്രചോദനമാകും. നിങ്ങൾ എൻ്റെ നന്ദി, നമസ്കാരം.